കണ്ണുകളെ ഇരുട്ട് കയറുന്നു. തല കറങ്ങുന്നു. ക്ഷീണത്താൽ താൻ നിലത്തേക്ക് വീണു പോകുമെന്ന് ഗൗരി ഒരു വേള ഭയന്നു പോയി. മെയ്യും മനവും ഒരുപോലെ വിശാലിന്റെ അടിയിൽ തളർന്നു പോയ അവളുടെ കണ്ണുകളിൽ നിന്നും വെള്ളച്ചാട്ടം കണക്കെ മിഴിനീർ ഒലിച്ചിറങ്ങുകയാണ്. ചുണ്ടുപൊട്ടി ചോര ഉമിനീരുമായി കൂടിക്കലർന്നു വായിൽ ചവർപ്പ് അനുഭവപ്പെട്ടു. ആ സമയം ദേവിന്റെ മുഖമാണ് അവൾക്കുള്ളിൽ തെളിഞ്ഞത്. അവളുടെ മനം ദേവിനായി ദാഹിച്ചു കൊണ്ടിരുന്നു. മറ്റേക്ക് അവൾ ലക്ഷ്യമാക്കി വിശാലിന്റെ കൈകൾ വന്നതും ഗൗരി അവന്റെ മുന്നിൽ നിന്ന് വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. പക്ഷെ വിധി അവൾക്കെതിരായിരുന്നു. മറിഞ്ഞു വീണ സ്കൂട്ടിയിൽ കാല് തടഞ്ഞു ഗൗരി വീണ്ടും റോഡിലേക്ക് വീണു. മറുകവിൽ ലക്ഷ്യമാക്കി വിശാലിന്റെ കൈകൾ ഒരു പ്രാവശ്യം കൂടി ചലിച്ചു. ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ടവൻ എന്തൊക്കെയോ വിളിച്ചു കൂവുന്നതെല്ലാം അവളുടെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. പതി ഗൗരിയുടെ ബോധം മറഞ്ഞു. ഗൗരിയുടെ വീഴ്ചയിൽ നിലതെറ്റി വിശാൽ അവളുടെ മുന്നിൽ മുട്ടുകുത്തിരുന്നു. വെറുപ്പിന്റെയും പകയുടെയും അങ്ങേയറ്റം അവന്റെ മുഖത്ത് തെളിഞ്ഞു വന്നു. തനിക്ക് ചുറ്റും ആളുകൾ വന്നു നിറയുന്നത് അവൻ പുച്ഛത്തോടെ നോക്കി. വിശാലിന്റെ കയ്യിലെ ഇരുമ്പ് ദണ്ട് കണ്ട് കൂടി നിന്നവർക്ക് അവന്റെ അടുത്തേക്ക് വരാൻ ഭയമായിരുന്നു. അവന്റെ മാനസിക നില തെറ്റിയിരിക്കുകയാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് അധിക നേരം സമയം വേണ്ടി വന്നില്ല. ഓരോ സമയം ക്രോധവും ക്രൂരമായ ചിരിയും അവന്റെ മുഖത്ത് പ്രകടമായി. ഇതേ സമയം വൈകിയുടെ റിസർച്ച് റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുകയാണ് ദേവ്. 2 വർഷമായി ഈ ഗ്രാമത്തിൽ നടക്കുന്ന ചില നീച പ്രവർത്തികളുടെ ഭവിഷ്യത്തുകളാണ് റിപ്പോർട്ടിൽ. നീ വിളപ്പിൽ ശാലയിലെ മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ആദ്യമെല്ലാം ആ നാട്ടുകാർക്ക് പ്രത്യക്ഷത്തിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞാണ് അവർക്ക് ഹെൽത്തി പ്രോബ്ലംസ് പുറത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ ഈ ഗ്രാമം വിളപ്പിൽ ശാല പോലെ മാലിന്യ കൂമ്പാരമാവും. അതിനെല്ലാം അപ്പുറം മറ്റൊരു സത്യാവസ്ഥ കൂടിയുണ്ട്. ഇവിടേക്ക് വരുന്ന മാലിന്യങ്ങൾ ഒരു ഐറ്റം മാത്രമേ സംസ്കരിക്കപ്പെടുന്നുള്ളൂ. മണമോ രുചിയോ ഇല്ലാത്ത വെളുത്ത പൊടിയുടെ രൂപത്തിൽ അവ വീണ്ടും ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. നെല്ലെന്ന വ്യാജേന ഇവർ കയറ്റിക്കൊണ്ടു പോകുന്ന സാധനം ഒരു ഭക്ഷ്യവസ്തുവിലേക്ക് ചേരുവായി ചേർക്കുന്നുണ്ട്. ഒരു കാലത്തും ന്യായീകരിക്കാൻ പറ്റാത്ത വലിയ തെറ്റായി ഞാൻ അതിനെ കാണുന്നു. നമ്മുടെ വരും തലമുറയുടെ ആരോഗ്യവും ബുദ്ധിയും ശുഷ്കിച്ചു പോവുകയാണ് ദേവ്. ഏത് വസ്തുവിലും മായമുണ്ടാവും. പക്ഷെ നമ്മുടെ കുഞ്ഞോമനകൾ എന്ത് തെറ്റ് ചെയ്തു? ദേവും അത്ഭുതത്തോട് അവളുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നാടിനെ എത്രയും പെട്ടെന്ന് എനിക്ക് ഈ ദുരാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വൈക പറഞ്ഞു വരുന്നതിനിടെയാണ് വേണുമാഷ് ഓടി വരുന്നത്. കവലയിൽ നടന്ന കാര്യങ്ങൾ അത്രയും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ദേവ് സ്വയം മറന്ന് കവലയിലേക്ക് ഓടി. പ്രാക്ടീസ് ചെയ്യുകയായിരുന്ന മറ്റുള്ളവരും അവൻ്റെ പിറകെ കാര്യമെന്തെന്നറിയാതെ വന്നു. കവലയിലേക്കുള്ള ഓട്ടപ്പാച്ചിലിടയിൽ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ഗൗരിയുടെ മുഖം മാത്രമായിരുന്നു. അവളുടെ നിഷ്കളങ്ക മുഖം. ഗ്രാമത്തിന്റെ തനിമ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നതാണ് ഗൗരി ചെയ്ത തെറ്റ്. മിനിറ്റുകൾക്കുള്ളിൽ അവൻ കവലയിലെത്തുമ്പോൾ ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നത് അവൻ കണ്ടു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? എൻ്റെ ഗൗരി! ആളുകളെ തള്ളിമാറ്റി പിടിക്കുന്ന ഹൃദയമായി അവൻ മുന്നോട്ട് ചെന്നു. പുറംതിരിഞ്ഞിരിക്കുന്ന വിശാലിനടുത്തായി ഗൗരി വീണ് കിടക്കുന്ന കണ്ട് ദേവിന്റെ ചങ്ക് പിഴഞ്ഞു പോയി. താമരത്തണ്ട് കണക്കെ വാടിപ്പോയിരിക്കുന്നു അവൾ. ഇളം വെയിൽ ചൂടായിക്കൊണ്ടിരിക്കുന്ന റോഡിൽ കണ്ണുകൾ അടഞ്ഞു കിടക്കുന്ന തൻ്റെ ജീവൻ മുഖത്ത് രക്തം പുരണ്ടിരിക്കുന്നത് കണ്ട് ദേവിന് സഹിക്കാനായില്ല. അവളുടെ അടുത്തേക്ക് കുതിക്കാനാകാഞ്ഞ ദേവിന്റെ മുന്നിൽ വിലങ്ങായിക്കൊണ്ട് പെടുന്നതിന് വിശാലിന്റെ കരം നീണ്ടുവന്നു. കയ്യിൽ ഊരിപ്പിടിച്ച് തിളങ്ങുന്ന കത്തിയും. ഒരു നിമിഷം ദൈവം നിന്നു. ചുറ്റുമുള്ളവരും ശ്വാസമടക്കി പിടിച്ചു നിൽക്കുകയാണ്. വിശാലിന്റെ കയ്യിൽ കിടന്ന കത്തി തിളങ്ങുന്ന കണ്ട് അവനിൽ തെല്ലു ഭയം വന്നില്ല. തന്നെ വകവയ്ക്കാതെയുള്ള ദേവിന്റെ വരവിൽ പ്രകോപിതനായ വിശാൽ അവനെ തള്ളിക്കൊണ്ട് മുന്നിലേക്ക് കയറി നിന്നെങ്കിലും ദേവിന്റെ ശക്തിക്ക് മുന്നിൽ തല്ലൊന്ന് പതറിപ്പോയി. എന്റെ പെണ്ണിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല വിശാലെ. പക തീർക്കൽ എന്നോട് മതി. ദേവിന്റെ മുഖത്ത് വെറുപ്പ് പ്രകടമായി. നിന്നോട് എനിക്ക് എന്തിനു പക? ഞാൻ ആഗ്രഹിച്ചത് ഇവളെയാണ്. അവൻ ചിരിയോടെ തന്നെ സംസാരിച്ചു തുടങ്ങി. ആഗ്രഹിച്ചത് ഇല്ലായ്മ ചെയ്യലാണല്ലോ നിന്റെ പതിവ്. അവന്റെ സ്വരം അത്യുച്ചത്തിലായിരുന്നു. ആഗ്രഹിച്ചത് എന്തോ നേടിയെടുത്തിട്ടുണ്ട് വിശാല്, ആരുടെയും സഹായമില്ലാതെ തന്നെ. പക്ഷെ ഇവളുടെ കാര്യത്തിൽ എനിക്കൊരു പിഴവ് പറ്റി. ഞാൻ രുചിക്കാതെ നീയും രുചിക്കേണ്ടത്. ശാന്തമായുള്ള അവന്റെ ശബ്ദം ക്രോധത്തിലേക്ക് വഴിമാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. ദേവിന്റെ കരുത്തിൽ വിശാലിനെ അടി വന്നായപ്പോൾ അവൻ കത്തിയിൽ നിന്നുള്ള പിടിവിട്ടു. പക്ഷെ അതൊരു പിന്മാറ്റമായിരുന്നില്ല. ശത്രുവിനെ കൊടുക്കാനുള്ള തന്ത്രം. വിശാലിന്റെ ചുവന്ന കണ്ണുകൾ ഗൗരിയുടെ നേർക്ക് നീണ്ടുപോന്ന് ദേവ് കണ്ടു. കത്തി താഴെ വീണത് കണ്ടു ദേവ് ഗൗരിയുടെ അടുത്തേക്ക് കുതിച്ചതും വിശാലിന്റെ കാല് മുമ്പോട്ട് ഉയർന്നു. ദേവിനെ തൊട്ടില്ലെന്ന മട്ടിൽ കാലെത്തിയതും ആരുടെയോ ചവിട്ടേറ്റ് വിശാൽ റോഡിലേക്ക് വീണു. തന്നെ തള്ളിയിട്ടത് ആരാണെന്ന് നോക്കാതെ വിശാൽ ദേവിന്റെയും ഗൗരിയുടെയും ഇടയിൽ തടസ്സമായി ശരീരം ചിരുന്നു. അപ്പോഴേക്കും ശബ്ദം കേട്ട് ഗൗരി പതിയെ കണ്ണുകൾ തുറന്നു. തനിക്ക് മുന്നിലെ കാഴ്ച അവ്യക്തതയോട് അവൾ നോക്കിക്കാണുകയായിരുന്നു.
തനിക്ക് മുന്നിലിരിക്കുന്ന വിശാലിനെയും അതിനപ്പുറം നിൽക്കുന്ന ദേവിനെയും കണ്ടതോടെ അവിടെ നടന്ന പോരിന്റെ ഏകദേശം ചിത്രം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അതെല്ലാം കണ്ടിട്ടും ഗൗരി തളരാതെ അവന്റെ പിറകിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തി. ദേവിന്റെ കണ്ണുകളുടെ ചലനത്തിൽ അസ്വാഭാവികത തോന്നിയ വിശാൽ പിന്തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവൾ ദേവിനടുത്തേക്ക് ഓടിയിരുന്നു. ചോരയൊലിക്കുന്ന മുഖത്തോടെ അവൾ ദേവിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ അവൻ അവളെ തന്റെ കരവയലത്തിനുള്ളിൽ ചേർത്ത് നിർത്തി. ഗൗരി ദേവിന്റെ കയ്യിൽ സുരക്ഷിതയായതോടെ യദുവും ആൽവിനും വിശാലിനെ നേരിടാൻ മുന്നോട്ടിറങ്ങി. നേരത്തെ യദുവിന്റെ ചവിട്ടേറ്റ് തന്നെ വിശാൽ ചുളുങ്ങി പോയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ വിശാൽ അത്ര നല്ലവനൊന്നുമല്ല. ആട്ടിൻ തോലിട്ട ചെന്നായാണ് ഇവൻ. നെൽകൃഷിയുടെ മറവിൽ ഈ നാട്ടുകാർ ഇവൻ അടങ്ങുന്ന സംഘം പറ്റിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന കൃഷിസ്ഥലം എന്ന് ഇവർ പറയുന്നതല്ലാതെ ഈ നാട്ടിലെ ആരെങ്കിലും അങ്ങോട്ട് കയറ്റിവിടാറുണ്ടോ? നാട്ടിൽ ഒരുപാട് പേർക്ക് ജോലിയൊക്കെ അവൻ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതിനകത്ത് നടക്കുന്ന നീച പ്രവൃത്തികൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതെല്ലാം ഗൗരി കണ്ടുപിടിച്ച് നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചു. ഈ നാടിന്റെ നന്മയ്ക്കായി അവൾ പ്രവർത്തിച്ചു. അതാണ് വിശാലിനോട് ഇവൾ ചെയ്ത തെറ്റ്. സായ് സർ വന്ന് ഇക്കാര്യം ഇവനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ സ്ഥലം മാറ്റിയതും ഇവൻ തന്നെയായിരുന്നു. കൂട്ടിന് കുറെ നേതാക്കന്മാരും ഇവിടെ വരുന്ന പോലീസ് ഓഫീസർമാർ തങ്ങൾക്കെതിരായാൽ ഇവനും ഇവന്റെ ആളുകളും സ്ഥലം മാറ്റും, അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്ത് മയക്കും. പൂനെ ആൻഡ് ഫോഴ്സൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഞാൻ ഇവിടെ വന്നത് ഇവന്റെ കളി അവസാനിപ്പിക്കാൻ തന്നെയാണ്. കേസ് കൊടുത്തതൊന്നും ഇവൻ ആദ്യം അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞപ്പോൾ അവളെ തടയാൻ അവൻ പല പ്ലാനും നടത്തി. പക്ഷെ അതൊക്കെ ഇവള് പൊളിച്ചടക്കി കൊടുത്തു. അവസാനം ഗൗരിയെ കൊടുക്കാൻ ഒരു വഴിയുമില്ലാതെ വന്നപ്പോ പ്രണയമാണെന്ന നാടകം കളിച്ചു. ഇനി ഒരു കൂപ്പ് പ്രണയം പറഞ്ഞു വരുമ്പോഴേക്കും നിനക്ക് ഇവളെ കെട്ടിച്ചു തരാൻ മാത്രം വിഡ്ഢികളൊന്നുമല്ല ഞങ്ങള്. പിന്നെ നിനക്കും ഈ നാട്ടുകാർക്ക് പറയാത്ത ഒരു കാര്യമുണ്ട്. ഇവളെന്റെ ഭാര്യയാണ്. ഈ താലി എന്റേതാണ്. ഇവളുടെ പ്രണയം എന്നോട് തന്നെയാണ്. അതിന് നീ എന്ത് കള്ളം പറഞ്ഞാലും ദേവിന്റെ മുന്നിൽ അതൊക്കെ വെറും ഗ്രാസാണ്. അത് പറഞ്ഞ് ചുറ്റിക്കൂടി നിന്നവർ മുഖത്തോട് മുഖം നോക്കി തുടങ്ങി. പാതി മയക്കത്തിലായിരുന്ന ഗൗരി ദേവിന്റെ വാക്കുകൾ കേട്ട് അവന്റെ നെഞ്ചിൽ മുഖം പൂത്തി കിടന്നു. ഇനിയിപ്പൊ നോക്കിയിട്ട് കാര്യമില്ല. ഇത്രയും കാലം ഉണ്ടാക്കിയ ഇമേജ് ഈ ചെക്കൻ കളഞ്ഞു കുളിച്ചു. വേദനക്കിടയിലും അവൾ മനസ്സ് നിറഞ്ഞ് ചിരിച്ചുകൊണ്ട് ചിന്തിച്ചു, ആർക്കെങ്കിലും നന്ദി വാക്ക് പറയണ്ടെങ്കിൽ അത് വേണുമാഷിനും ഗൗരിക്ക് ഇരിക്കട്ടെ. ഇവനെ നിയമത്തിന് വിട്ടുകൊടുക്കണം. അതിനുള്ള തെളിവുകളെല്ലാം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. എല്ലാവരും മനസ്സിലാക്കിയതോടെ വിശാലിന്റെ കാര്യത്തിൽ തീരുമാനമായി. ചെറിയ പ്രൈസ് കൊടുക്കാൻ എല്ലാവർക്കും ദേവ് അനുവാദം കൊടുത്തോടെ ഗൗരി കണ്ണും വീഴ്ച എണീറ്റു. ഭംഗിയുള്ള അതരങ്ങളെല്ലാം ആ കൂപ്പ് തല്ലി ചതിച്ചിട്ടുണ്ട്. അതിനുള്ള പണി അവൾ തന്നെ വിശാലിന് നേരിട്ട് കൊടുത്തു. അവിടെ നേരെ ദേവ് ഗൗരിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി മുറിവെല്ലാം ഡ്രസ് ചെയ്തു അവളെ വീട്ടിലാക്കി. അമ്മ അപ്പോഴേക്കും വിവരങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. ഗൗരിയുടെ കഴുത്തിൽ താലി കെട്ടിയതെല്ലാം നാട്ടുകാർ അറിഞ്ഞ സ്ഥിതിക്ക് ഔദ്യോഗികമായി പൂന്താനത്തെ കെട്ടിലമ്മയായി. ഗൗരിയെ വാഴിയാക്കാൻ അണിയറിൽ ചർച്ചകൾ നടക്കുകയായിരുന്നു. ആ സമയം അവിടുത്തെ നല്ലൊരു മുഹൂർത്തത്തിൽ ഗൗരിയും ദേവും തമ്മിലുള്ള വിവാഹം വീട്ടുകാർ നിശ്ചയിച്ചു. തന്റെ പ്രണയഭാചനം തന്റെ കൈകളിലേക്ക് എത്തുകയാണ്. സന്തോഷവും ടെൻഷനും ഒരേ സമയം ദേവിനെ കീഴടക്കി. ഗൗരിയാണെങ്കിൽ അതീവ സന്തോഷവതിയായിരുന്നു. വിവാഹദിനം അടുക്കും തോറും ദേവിലെ ടെൻഷൻ ഗൗരിയിൽ സംശയത്തിനിടയാക്കി. മറ്റെല്ലാവരും വിവാഹത്തിരകളിലേക്ക് ഊളിയിടുമ്പോൾ ദേവ് മാത്രം ചിന്തയിലാണ്ടിരുന്നു. ശിവയും അമ്മയും അച്ഛനും ഓപ്പോഴും ദേവിന്റെ ചിന്തയിൽ മനപ്രയാസത്തിലായി. ഇതെല്ലാം ഗൗരിയെ അറിയിക്കണം എന്ന ചിന്ത അമ്മയിലുണ്ടായി. അതിനായി അവർ ചെറിയച്ഛന്റെ സഹായം തേടി. കല്യാണത്തിന് 2 ദിവസം മുന്നേ അമ്മ അവളോട് പൂന്താനത്തേക്ക് വരാൻ പറഞ്ഞു. അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് അവൾ ദേവിന്റെ വീട്ടിലെത്തുകയാണ്. വഴിയിലൂടെ നീളം അവൾ ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് അമ്മ തന്നെ വിളിപ്പിച്ചതെന്ന്. പക്ഷെ വഴിയിൽ വെച്ച് അമ്മയുടെ ഫോൺ വന്നു. അവൾ വീട്ടിലേക്ക് തന്നെ മടങ്ങി. ഗൗരി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ദേവിന്റെ അമ്മയോട് ചെറിയച്ഛൻ പറയുന്നത് അതിഥി വീട്ടിലേക്ക് തന്നെ മടങ്ങിയ കാര്യം. ഗൗരി സ്വയം വരും. അവന്തിക ബാക്കി വെച്ച് കഥകൾ കേൾക്കാൻ അതെനിക്കായി കാലം നീക്കി വെച്ചതാണ്. ഏട്ടത്തിയമ്മ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കോളൂ. ആശ്വാസവാക്കുകൾ കേട്ടതും ചങ്കിലെ തീ അണയുന്നില്ല. സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഗൗരിയെല്ലാം ഉപേക്ഷിച്ചു പോവുമോ? നാളിതുവരെ താലോലിച്ചു വെച്ച മകന്റെ സ്വപ്നങ്ങൾ തകർന്നടിയുമോ? ഇനിയും പരീക്ഷകളുടെ കാലം തങ്ങളെ തേടിയെത്തുമോ? 1000 ചോദ്യങ്ങൾ അവരുടെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ടിരുന്നു. നാളെ കഴിഞ്ഞാൽ വിവാഹ ദിനമാണ്. മനസ്സ് ശാന്തമാക്കാൻ ദേവ് കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നിലും ശ്രദ്ധ കിട്ടുന്നേയില്ല. ബന്ധുക്കൾ വന്നു തുടങ്ങി. സുഹൃത്തുക്കൾ ആശ്വസിപ്പിച്ചിട്ടും ദേവ് സ്വസ്ഥത കിട്ടാതെ നേരം കഴിച്ചുകൂട്ടി. താലി കെട്ടുന്ന ബന്ധുക്കളും ദേവിന്റെ സുഹൃത്തുക്കളും മാത്രം മതി എന്ന് ദേവിന്റെ അച്ഛൻ തീരുമാനിച്ചിരുന്നു. ആരൊക്കെയോ നീ വിളിക്കുന്നുണ്ട്, കണക്ക് കൊടുക്കണമായിരുന്നു എന്നുള്ള അച്ഛന്റെ ചോദ്യത്തിനത് ദേവ് അദ്ദേഹത്തെ ദയനീയമായി നോക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ടാണ് വിവാഹം ചുരുക്കിയത്. അന്ന് രാത്രി വളരെ വൈകിയാണ് ഗൗരിയും അമ്മയുമെല്ലാം അവൾക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി വന്നത്. വന്നുടനെ അമ്മ ഉറങ്ങാൻ കിടന്നു.
ഗൗരി കണ്ണാട്ടം വിളിച്ചില്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഫോൺ കയ്യിലെടുത്ത് കിടന്നു. ഒരു വട്ടം വിളിച്ചു ദേവ് ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് ഗൗരി ഫോൺ എടുത്തു വെച്ച് കിടന്നു. ക്ഷീണം കാരണം നിദ്ര അവളെ അതിവേഗം പുലുകി. കാലചക്രങ്ങൾക്കിപ്പുറം നിന്നോട് പറയാതെ പോയൊരു പ്രണയമുണ്ട്. ഇടവഴിയോരത്തെ ഇലപ്പൊഴിഞ്ഞ ഓർമ്മയുമായി ഹൃദയത്തിൽ ഇപ്പോഴും കരുതലുണ്ട്. കാലചക്രങ്ങൾക്കിപ്പുറം നിന്നോട് പറയാതെ പോയൊരു പ്രണയമുണ്ട്. സ്വപ്നത്തിലെ മാന്ത്രിക സ്വരം കേട്ടുകൊണ്ടാണ് ഗൗരി നെട്ടിയുണരുന്നത്. മേഘകൾ വലിച്ചു തുറന്ന് എഴുന്നേറ്റിരിക്കുമ്പോൾ ചുറ്റും കനത്ത ഇരുട്ട് തന്നെ മൂടിയിരിക്കുന്നതായി അവൾക്ക് തോന്നി. ഭയവും വെപ്രാളവും അവളിൽ പ്രകടമായി. വായിൽ വെള്ളം വറ്റിയിരിക്കുന്നു. ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആ ശബ്ദം ആരുടേതാണ്? ഉറക്കം വിട്ടെണീറ്റും ആ സ്വരം തൻ്റെ കാതുകൾ അലയടിക്കുമ്പോൾ അവൾക്ക് തോന്നി. കിതച്ചുകൊണ്ട് അവൾ ചിന്തിച്ചു. ആ പാട്ട് പാടുന്ന ആൾക്കരികിൽ താനും ദൈവം ഇരിക്കുന്നത് കണ്ടതായി അവൾക്ക് ഓർമ്മ വന്നു.